ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് മഷ്റൂം വെച്ചിട്ടുള്ളൊരു അടിപൊളി ഫ്രൈ ആണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാം. അതേപോലെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. അവർ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് ഇത് വാങ്ങിക്കൊണ്ടുവന്ന ടൈം മുതൽ ഇത് ഉണ്ടാക്കാനുള്ള തിരക്കാണ് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളിതൊന്ന് പൊട്ടിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള സവോള, ടൊമാറ്റോ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അതിൻ്റെ മുകളിലത്തെ തൊലികളൊക്കെ ഒന്ന് കളഞ്ഞ് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ഫ്രൈ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് പൊരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മഷ്റൂം ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതേപോലെ അതിൻ്റെ പുറത്തെ തൊലികളൊക്കെ ഒന്ന് കളയുക. അത് കഴിഞ്ഞിട്ട് നടുക്ക് കട്ട് ചെയ്തിട്ട് അകത്തൊരു ഡാർക്ക് കളറിലൊരു പോർഷൻ കാണാം, അതൊന്ന് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെട്ടെന്ന് തയ്യാറാക്കാം. അതേപോലെ തന്നെ ഈസിയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ അറിയാത്തൊക്കെ പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. ഒരുവിധം മാർക്കറ്റ്, അതായത് പച്ചക്കറിയുടെ ചന്തകളിലും അതേപോലെ ബസാറിലും ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഒരു ബോക്സിന് 60 അങ്ങനെ എന്തോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തുള്ള ബ്ലാക്ക് പോർഷനൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അങ്ങനെ റിമൂവ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇത് ഫുള്ളായിട്ട് തന്നെ വെച്ചിട്ട് ഓരോരോ ഡിഷ് ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മളൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതേ ഉള്ളൂ. യൂട്യൂബിൽ തന്നെ പല വീഡിയോസ് കണ്ടിട്ടുണ്ട് ഫുള്ളായിട്ടുള്ള. അപ്പോൾ ഇത് ഹെൽത്തിന് നല്ലതുമാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അവർക്ക് ഓരോരോ മഷ്റൂം ബിരിയാണി ആയിട്ടോ അല്ലെങ്കിൽ ഓരോരോ വെറൈറ്റി ഡിഷായിട്ട് നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് ഓരോ ദിവസം ഓരോരോ റെസിപ്പി ആയിട്ടും വെക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസുകളായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം. അത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ഉള്ളി, തക്കാളി, അപ്പോൾ ഇങ്ങനത്തെ കട്ട് ചെയ്ത് വെച്ച എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോളയും കൂടെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച് സവോള ചേർത്ത് കൊടുക്കാം. ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കട്ടെ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ച് ലെങ്ത്തായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ സവോള ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു തക്കാളിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഇങ്ങനത്തെ മസാലകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഫ്രൈ കൂട്ടിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും അതേപോലെ ഡിന്നറിനൊക്കെ സൈഡായിട്ട് നമുക്ക് കൂട്ടാവുന്നൊരു അടിപൊളി ഡിഷ് തന്നെയാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പും ബാക്കി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ നമ്മൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൂണിലേക്ക് കുറച്ച് ഉപ്പും
അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് അവിടെ വെക്കുന്നുണ്ട്. ഒരു 5 or 10 minutes അവിടെ വെക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല ടേസ്റ്റ് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചേർത്ത് വെക്കുന്നത്. ഇങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കുമ്പോൾ. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഇങ്ങനെ കഴിക്കും. ആ ഒരു ടൈമിലൊരു ടേസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കുഴച്ച് വെക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 5 or 6 മഷ്റൂം എടുത്തിട്ട് ഇത്രയേ ഉള്ളൂ കട്ട് ചെയ്തെടുക്കുമ്പം. നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് ഇറച്ചി മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, നമുക്ക് വേണ്ട എല്ലാ മസാലയും കൂടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് എരിവൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും മസാലയാണ് നമ്മൾ ഈ ഫ്രൈയിലേക്ക് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ എല്ലാ മസാലയും കൂട്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ മഷ്റൂമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മഷ്റൂം കൂണിന് കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച്, ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കൂണൊന്ന് വെന്ത് വന്നാൽ മതി. ബാക്കിയൊക്കെ നമ്മളത് റെഡിയാണ്. പിന്നെ കൂണൊന്ന് ആദ്യം ചൂട് വെള്ളത്തിൽ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പല ചീവീടിൻ്റെയൊക്കെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇങ്ങനെ സൗണ്ട് ഉണ്ട് കേട്ടോ. പുറമേ നിന്നാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമ്മളെ മഷ്റൂം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.